ഒന്നാമത് പട്ടണത്തിൽ നിങ്ങളുടെ പേരിനെ കർത്താവ് പ്രസിദ്ധമാക്കും. രണ്ടാമത് കർത്താവ് പറയുന്നു നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14 അധ്യായം 8 വാക്യത്തിൽ മൂന്നാമത്തെ ദൈവസഭയോട് പറയാനുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14:8 കർത്താവ് ഇവിടെ ഇന്നപ്പോൾ വായിക്കാൻ പറഞ്ഞ് വായിച്ചു. അവിടെ ഇങ്ങനെ പറയുന്നത്, ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ലുസ്രയിൽ പൗലോസ് മീൻ കച്ചവടം ചെയ്തെന്നല്ല, അവൻ സുവിശേഷം പ്രസംഗിച്ചു, വചനം പ്രസംഗിച്ചു. ലുസ്രയിൽ പൗലോസ് വചനം പ്രസംഗിച്ചപ്പോൾ ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ജനിക്കപ്പെട്ട ഒരു മനുഷ്യൻ ആ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പൗലോസ് നോക്കിയപ്പോൾ വചനം ശ്രദ്ധിക്കുന്ന അവന് വിശ്വാസം എന്ന് കണ്ടപ്പോൾ പൗലോസ് അവന്റെ അടുക്കലേക്ക് ചെന്ന് പറയുകയാണ്, അവൻ നിന്റെ കാലൂന്നി യേശുവിന്റെ നാമത്തിൽ നീ വന്നു നിൽക്കുക. വചനത്തിന്റെ കേൾവി ഒരുവന്റെ അകത്ത് വിടുതലുകളെ കൊണ്ടുവരും. ഈ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ വചനം പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്നവന്റെ അകത്ത് അസാധാരണമായ വിടുതലുകളെ വചനം പറയുമ്പോൾ ഹീലിംഗുകൾ സംഭവിക്കും. വചനം പറയുമ്പോൾ ദുരാത്മാക്കൾ ഇളയും. വചനം പറയുമ്പോൾ പൈശാചിക കെട്ടുകൾ അടിയും. മൂന്നാമത്തെ ദൈവസഭയോടുള്ള ദൂത്, വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന, വചനം വിശ്വസിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ തന്നെ ഈ ആത്മീക ശുശ്രൂഷയ്ക്കകത്ത്, ആത്മസാന്നിധ്യത്തിനകത്ത് നിങ്ങൾ കൈയടിക്കുന്നുണ്ട്, നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ചില സൗഖ്യങ്ങൾ നടക്കും. കർത്താവിന്റെ ദാസൻ രാജേഷ് വാസു പ്രസംഗിക്കുമ്പോൾ ഇതിനകത്ത് ഭൂതങ്ങൾ വിട്ടുമാറും, ഇതിനകത്ത് ക്യാൻസർ സൗഖ്യമാകും, മുഴകൾ അപ്രത്യക്ഷമാകും. വചനത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്നവരിൽ അതതിന്റെ പ്രവൃത്തി ചെയ്യും. 2024 പാലക്കാട് കല്ലടിക്കോട് അങ്ങനെ പ്രസിദ്ധമാകട്ടെ. വചനം വിശ്വസിക്കുന്നവരിൽ. കമോൺ കമോൺ. ഇത് അരി കൊടുത്തും പയറ് കൊടുത്തും വസ്ത്രം കൊടുത്തും വീട് വെച്ച് കൊടുത്തുമൊന്നും ആളെ കൂട്ടുന്ന മാർഗമല്ല. വചനം കേട്ട് വിശ്വസിക്കുന്നവരിൽ ഉണ്ടാകുന്ന സമൂലമായ മാറ്റം. 500 രൂപയുടെ കേസ് കെട്ടല്ല, 50 ലക്ഷം രൂപ കെട്ടിവെച്ചാലോ നിനക്ക് സൗഖ്യം നേടാൻ പറ്റാത്ത മെഡിക്കൽ സയൻസിനെ പോലും അമ്പരിപ്പിക്കുമാറ് വചനത്തിന്റെ ശക്തി. ആരൊക്കെ പറയുന്നു സ്തോത്രഹല്ലേലൂയ, ഇത് പൈസ കൊടുത്ത ആളെ തിരക്കുന്നത്? ആരൊക്കെ പറയുന്നത് സ്തോത്രഹല്ലേലൂയ, ഇത് വീട് വെച്ച് കൊടുത്തും, ഇത് സ്തോത്രഹല്ലേലൂയ എന്തൊക്കെ കൊടുത്തുള്ള പരിപാടിയാണെന്ന്? പിശാചേ, ഇത് നീ പറയുന്ന അതേ മണ്ണിനകത്ത് വചനം എന്താണെന്ന് പരിശുദ്ധാത്മാവ് തെളിയിക്കും. ലക്ഷങ്ങൾ കൊടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും പരിഹാരമില്ലാത്തതിന് വചനത്തിന്റെ വിശ്വാസം കൊണ്ട് ദൈവം പ്രൂഫ് ചെയ്യും. സഭ ആ ദൈവശക്തി വിശ്വസിച്ചെടുക്കുക. നിങ്ങൾ കടന്നു ചെല്ലുന്ന വീടുകൾ ശാപത്തിന്റെ കുരുക്കുള്ളതാണെങ്കിൽ, ലക്ഷങ്ങളുടെ ക്രിയകൾ ചെയ്തിട്ടും പരിഹാരമില്ലാതെടുത്ത് യേശുവിന്റെ നാമം പറയുമ്പോൾ ആ കുടുംബത്തിന്റെ കെട്ട് പൊടനെ. വചനത്തെ വിശ്വസിച്ചാട്ടെ, ആ വചനത്തെ റിസീവ് ചെയ്താട്ടെ, ഒരഭിഷേകം ഇന്ന് പകലിൽ ഇതിനകത്ത് ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ.
ഇപ്പോൾ വചനത്തിന്റെ ശക്തി ആത്മാവരോട് പറയുന്നു. രാജേഷ് പാസ്റ്റർ, അമിഷ്ടത്തിന് തേരിനകത്ത് യാത്ര ചെയ്യുന്നവൻ വായിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ ഗ്രഹിക്കാതിരുന്നപ്പോൾ ഫിലിപ്പോസിനെ ആത്മാവ് കൊണ്ടുപോയി സ്തോത്രം തെളിയിച്ചു കൊടുത്തതുപോലെ ചില ഉന്നതന്മാർക്ക് വേണ്ടി ആത്മാവ് വചനങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്ത തേരിൽ നിന്നിറക്കി ചില മാന്യന്മാര് നീ സ്നാനപ്പെടുത്തു. ചില മാന്യന്മാര് നീ സ്നാനപ്പെടുത്തു. ചില ഉന്നത മേഖലകളിൽ സഞ്ചരിക്കുന്ന എന്നോട് കർത്താവ് പറയുന്നു, മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടെത്തിക്കും. ചില ഡോക്ടേഴ്സിനെ നിന്റെ കൈകൾ കൊണ്ട് സ്നാനപ്പെടുത്തും. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ചില രാഷ്ട്രീയ മേഖലകൾക്കകത്ത് ചിലരെ കർത്താവ് തൊടു, നിന്റെ കൈകൾ അവരെ സ്നാനപ്പെടുത്തും. Rabba Shata Rabba Laba Shantana Rabba Laba Ada Rabba Laba Rabba Laba Shanteria Laba Shante. ഈ രണ്ടാമത്തെ പകൽ അങ്ങനെ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ആത്മ നിറവ് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടല്ലോ.